മ്യൂച്വൽ ഫണ്ടുകൾ ശരിക്കും വളരെ എളുപ്പമാണ്. അത്രത്തോളം സാമ്പത്തിക ശാസ്ത്രത്തിലോ കണക്കിലോ ഒന്നും അറിവ് വേണമെന്ന് പോലും ഇല്ല. വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ സാമ്പത്തിക ലാഭം നമുക്ക് ഉണ്ടാക്കി തരുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളെ ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കണക്ക് കാണിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ടൂളാണ്. എൻ്റെ പേഴ്സണൽ ഫൈനാൻസിന് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ടൂളാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ മാസാമാസം നമ്മുടെ റിസ്കിനും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തി, ഒന്നിലധികം മ്യൂച്വൽ ഫണ്ടുകളും ആവാം, അത് കണ്ടെത്തി എന്ന് വിചാരിക്കാം. അതിലേക്ക് 10,000 രൂപ വീതം മാസാമാസം നിക്ഷേപിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ചെലവുകൾ കൂടുന്നതാണ്, നമ്മുടെ സാലറി കൂടുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ വരുമാനം കൂടുന്ന സമയത്ത് 10% കൂട്ടി ഓരോ വർഷവും നമുക്ക് നിക്ഷേപിക്കാം. ഉദാഹരണത്തിന് 10,000 രൂപയാണ് ഈ വർഷത്തിലെ ഓരോ മാസവും നിക്ഷേപിക്കുന്നതെങ്കിൽ അടുത്ത വർഷമാവുന്ന സമയത്ത് 11,000 രൂപയായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 20 വർഷം നിക്ഷേപിക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 12%. എന്തുകൊണ്ടാണ് 12%? താരതമ്യേന റിസ്ക് കുറഞ്ഞ ഇക്വിറ്റി ഫണ്ടുകളായ നിഫ്റ്റി 50 പോലും കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതിലധികം റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് ഇവിടെ നോക്കൂ, നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഏതാണ്ട് 68,72,000 അല്ലെങ്കിൽ 73,000 രൂപയായിരിക്കും. എന്നാൽ റിട്ടേൺ അടക്കം ആ സമയത്ത് നമ്മുടെ വാല്യൂ, പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറയുന്നത് ഈ കണക്ക് പ്രകാരം 1.8 കോടി രൂപയായിരിക്കും. നമ്മൾ ഈ പണം ഒന്നിച്ച് തിരിച്ചെടുക്കുന്നില്ല. നമ്മൾ ആ സമയമാകുമ്പോഴേക്കും 20 വർഷം കഴിഞ്ഞു, ചിലപ്പോൾ പ്രായം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ താരതമ്യേന റിസ്ക് കുറഞ്ഞ കുറച്ച് ഫണ്ടുകളിലേക്ക് പണത്തെ മാറ്റുകയാണ്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരു 8% റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാലോ, റിസ്ക് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞാൽ 8% പ്രതിവർഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. വേണ്ടവർക്ക് 6% ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻസ് വരുന്നതാണ്. നമുക്ക് തൽക്കാലം 8% എന്ന് കൊടുക്കാം. അങ്ങനെ 8% നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എത്രയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചത്? സ്വാഭാവികമായിട്ടും 10,000 രൂപയിലാണ്. എന്നാൽ 50,000 രൂപ വീതം നമ്മൾ തിരിച്ചെടുക്കുകയാണ് 20 വർഷം കഴിയുന്ന സമയത്ത്. ഇപ്പൊ 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ 40 വയസ്സാവുന്ന സമയത്ത് 50,000 രൂപ വീതം നമ്മൾ തിരിച്ചെടുക്കുന്നു. അങ്ങനെ 20 കൊല്ലത്തേക്ക് മാസാമാസം 50,000 രൂപ വെച്ച് തിരിച്ചെടുക്കുകയാണ്, ഒരു പെൻഷൻ പോലെ. അങ്ങനെയാണെങ്കിൽ 20 വർഷം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആകെ പിൻവലിക്കുന്ന തുക എത്രയായിരിക്കും? ഏതാണ്ട് 1.2 കോടിയായിരിക്കും. അപ്പൊ 20 വർഷം തിരിച്ചെടുത്തു. പക്ഷേ ഈ 20 വർഷം കഴിയുമ്പോൾ അക്കൗണ്ടിൽ എത്ര അവശേഷിക്കുന്നറിയോ? ഈ കണക്ക് പ്രകാരം 5.83 കോടി രൂപ. അതായത് 10,000 രൂപയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി 20 വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 20 വർഷമൊക്കെ നമുക്ക് ജോലി ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. 20 വർഷം കഴിഞ്ഞ് പെൻഷൻ പോലെ നമ്മൾ പണം തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 40 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 5.8 കോടി രൂപ പിന്നെയും അവശേഷിക്കുകയാണ്. ഇതിനെ പിന്നെയും നമുക്ക് തിരിച്ചെടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല ഏതെങ്കിലും റിട്ടേൺ കിട്ടുന്ന സ്ഥലത്ത് ഇതിടുന്നു, അതിന്റെ റിട്ടേൺ നമ്മൾ തിരിച്ചെടുക്കുന്നു. പിന്നെയും ദീർഘകാലം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നേരത്തെ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയോ? നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോകുന്നത് പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ സെറ്റ് ചെയ്ത് 20 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ ഓരോ മാസവും പെൻഷൻ പോലെ തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് വാസ്തവത്തിൽ SWP അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുക? പലരും ഈ കണക്കുകൾ കാണിക്കുന്നത് ഒരുപക്ഷെ ഇതിന് മുന്നേ കണ്ട ആളുകൾ ഉണ്ടാവും. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ SIP തുടങ്ങണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകുന്നു. അവിടെ നിന്ന് നമ്മുടെ റിസ്കിനും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ഫണ്ടിനെ സെലക്ട് ചെയ്യണം. ഇതൊരു പ്രോസസ്സാണ്, അത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും അത്തരത്തിൽ SIP തുടങ്ങാവുന്നതാണ്. പിന്നീട് 20 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പണം തിരിച്ചെടുക്കുന്ന SWP ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും ഗ്രോ പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ അക്കൗണ്ടുകളിലെല്ലാം SWP ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകളെ നമ്മൾ നിക്ഷേപമായിട്ട് സമീപിക്കുന്നതിന് മുന്നേ പഠിച്ചിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമ്മൾ 10-25 വർഷം ചിലപ്പോൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ടാവും, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പോഴൊന്നും പഠിക്കാത്ത, മനസ്സിലാക്കാത്ത, കേൾക്കാത്ത കാര്യങ്ങളാണ് ഇതിൽ പലതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന കാര്യം കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്താൻ കാരണമാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊരു പ്രോത്സാഹനമായിരിക്കും. ഒന്നാമത്തെ കാര്യം, എന്താണ് മ്യൂച്വൽ ഫണ്ടുകൾ? അതെങ്ങനെ വർക്ക് ചെയ്യുന്നു? എങ്ങനെ ലാഭം കണക്കാക്കാം? എന്തൊക്കെയാണ് നികുതികൾ? എന്തൊക്കെയാണ് ചാർജുകൾ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, പരമാവധി ലാഭം കിട്ടുന്നത് പോലെ റിസ്ക് കുറച്ച്, ചാർജസ് ഒക്കെ കുറച്ചിട്ട് എങ്ങനെ നിക്ഷേപിക്കാം എന്ന കാര്യം പഠിക്കണം.
മൂന്നാമത്തേത് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഗുണങ്ങൾ മാത്രമല്ല, ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ്, ഇനി ആ ദോഷങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ റിസ്കിനും നമുക്ക് വേണ്ട പണത്തിനും നമ്മുടെ ജീവിത ലക്ഷ്യത്തിനും ചേരുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കൂട്ടത്തെ, വേണമെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയാം, അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അതായത് 4000 5000 ഫണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കുന്ന സമയത്ത് റിട്ടേൺ മാത്രം നോക്കി, പ്രീവിയസ് റിട്ടേൺ മാത്രം നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു മോശം തീരുമാനം മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് യോജിച്ച ഫണ്ടുകൾ ഏതാണ് എന്ന് തീർച്ചയായിട്ടും കണ്ടെത്താൻ നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ കാര്യം, ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ വൺ ടൈം സെറ്റ് ചെയ്ത് നിക്ഷേപം നടത്താനും ഇനി SWP പോലെ പിൻവലിക്കാനും ഇനി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ പോലെ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 1 2 3 ഫണ്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഏത് ഫണ്ടാണ് വേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അത് പരസ്പരം അനലൈസ് ചെയ്ത് അതിൽ മികച്ചത് ഏതാണ് എന്ന് കണ്ടെത്താൻ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചാൽ വർഷങ്ങളുടെ വ്യത്യാസത്തിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും ലാഭം ഉണ്ടാവും. അതായത് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 10 ലക്ഷം ലാഭം ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ വ്യക്തമായിട്ട് നിക്ഷേപം നടത്തുകയാണ് എങ്കിൽ നമുക്കത് 14-15 ലക്ഷമൊക്കെ മാറ്റാം. കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരുപാട് വായിക്കണം. യൂട്യൂബ് വീഡിയോസ് അടക്കമുള്ള ആയിരക്കണക്കിന് വീഡിയോസ് കാണേണ്ടി വരും. ചിലപ്പോൾ അതിലൊക്കെ തെറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ പണം കൊടുത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വർഷങ്ങളുടെ പരിശ്രമം വേണ്ടി വരും. പിന്നെ ചിലപ്പോൾ നല്ല കാശും ചെലവാകുന്നതാണ്. ഒരുപാട് കാലം വൈകിയാൽ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. നിക്ഷേപം ഒരു ദിവസം മുന്നെങ്കിലും തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് സമയം വൈകിപ്പിക്കുന്നത് നമുക്ക് വളരെ നഷ്ടമാണ്. ഇവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ടീമും അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഫ്രീ വീഡിയോസ് ഇരുന്ന് കണ്ടു. വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് കണ്ടു തീർത്താണ്. 1.5 വർഷം എടുത്തു. ക്യാഷ് കൊടുത്ത് കാണേണ്ട ക്ലാസ്സുകൾ, പുസ്തകങ്ങൾ, പോഡ്കാസ്റ്റുകൾ എല്ലാം റെഫർ ചെയ്തു. അതിനുശേഷം നമ്മൾ സിലബസ് തയ്യാറാക്കിയിട്ട് കാച്ചി കുറുക്കി മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റും അഫോർഡബിളുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ക്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലയാളം മാത്രം അറിഞ്ഞാൽ മതി, കണക്കും ഇംഗ്ലീഷും ഒന്നും അറിയേണ്ട കാര്യമല്ല. സിമ്പിളായിട്ട് പ്രവാസികൾക്കും നാട്ടിലുള്ള ആളുകൾക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ഇഷ്ടമുള്ള സമയത്ത് കണ്ടു തീർക്കാൻ പറ്റുന്നതുപോലുള്ള ക്ലാസ്സുകളാണ്. ആകെ 2-3 ദിവസം കൊണ്ട് കണ്ടു തീർത്ത് തൊട്ടടുത്ത ദിവസം മുതൽ നിക്ഷേപത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതാണ്ട് 8 മണിക്കൂറുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. മലയാളം ക്ലാസ്സാണ്. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മലയാളത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്ന് നിങ്ങളെ ബിഗിനർ ടു എക്സ്പേർട്ട് ലെവലിലേക്കുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആക്കി മാറ്റുന്ന ക്ലാസ്സുകളാണ്. ഇതിന്റെ കൂടെ എൻ്റെ മ്യൂച്വൽ ഫണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന, ഞാൻ തുടക്കത്തിൽ കാണിച്ചതുപോലുള്ള 10ഓളം മെറ്റീരിയൽസും ടൂൾസും എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം വെബ്സൈറ്റിലാണ്, ഞാൻ വേറെ ആരുടെയും പരസ്യം പറയല്ല. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. 8000 രൂപയാണ് ക്ലാസിന്റെ വില. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക് മാത്രം GSTയും ചാർജസും എല്ലാം അടക്കം 3398 രൂപയ്ക്ക് ഇപ്പോൾ ഫുൾ ക്ലാസും ടൂൾസും എല്ലാം ലഭ്യമാണ്. ആളുകൾ കൂടുന്ന സമയത്ത് വെബ്സൈറ്റിന്റെ എക്സ്പെൻസും പിന്നെ സ്റ്റാഫിന്റെ എക്സ്പെൻസും എല്ലാം കൂടുന്നതാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ പ്രൈസിങ് കൂടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ നന്നായിട്ട് പഠിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന താല്പര്യമുള്ള എല്ലാവരും ഇപ്പം തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. എല്ലാം ഞാൻ പഠിക്കും, നിക്ഷേപം നടത്തും എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സമയം ഇതിനോടകം നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണ്ട. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു 5000 രൂപയെങ്കിലും മാസം മാറ്റിവെക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ജോയിൻ ചെയ്താൽ മതി. പെട്ടെന്ന് കാശുണ്ടാക്കാൻ ആരും വരേണ്ട ആവശ്യമില്ല. ഇത് ഉത്തരവാദിത്തത്തോടെ സ്വർണം, ബോണ്ടുകൾ, ഓഹരികൾ, ഇന്റർനാഷണൽ ഓഹരികൾ ഇവയിലൊക്കെ ആയിട്ട് പണം മാറ്റിവെച്ച് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ, വീണ്ടും പറയുന്നു ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ക്ലാസ് കഴിയുമ്പോഴേക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും സംശയം പിന്നെയും വന്നു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കൂടെ ക്ലാസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെയും സംശയം വന്നാൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ആ സംശയങ്ങളും കൂടെ തീർത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റും. അതായത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പിന്നെ ഒരു സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിരിക്കും. ഇനി ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണ്, ഇതിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം ഇത് പഠിക്കണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന കാര്യം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നത് പോലെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അറിയാം. സെക്യൂരിറ്റീസിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അറിയാം. കമ്പനികളുടെ ഓഹരികൾ കൃത്യമായിട്ട് നോക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും അറിയാം. അപ്പോൾ നമുക്കതറിയാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് അവന് പണം കൊടുക്കുകയാണ്. ഓരോരുത്തരും പണം കൊടുക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതിനുശേഷം ലാഭം ഉണ്ടാക്കുന്നു. ചെറിയൊരു പണം അവനെടുക്കുന്നു. ലാഭത്തിന്റെ ഒരു വലിയ പങ്ക് നമുക്ക് എല്ലാവർക്കും വീതിച്ച് നൽകുന്നു. ഇങ്ങനെ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സേഫ് ആണോ?
100 രൂപ കൊടുക്കുന്ന ഓക്കെയാണ്, 5000 വരെ കൊടുക്കുന്ന ഓക്കെയാണ്, 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഇനി 10 ലക്ഷവും അല്ലെങ്കിൽ 1 കോടിയൊക്കെ കൊടുക്കുന്നത് സേഫ് അല്ലല്ലോ. എന്തുകൊണ്ടാണ് സേഫ് അല്ലാത്തത്? അവൻ്റെ ആ പരിപാടി റെഗുലേറ്റഡ് അല്ല, അവൻ ഇത് നിയമപ്രകാരം ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അവിടെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഇതേ സമയം തന്നെ കൃത്യമായിട്ട് റെഗുലേറ്റഡ് ആയ, സെബി റെഗുലേറ്റ് ചെയ്യുന്ന, ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഫണ്ട് മാനേജർക്ക്, എക്സ്പേർട്ട് ആണെന്ന് ഓർക്കണം, വലിയ ഫണ്ട് മാനേജർക്ക് നമ്മളെല്ലാവരും ചേർന്ന് പണം കൊടുക്കുകയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പണം പൂൾ ചെയ്യുകയാണ്. ഇത്തരത്തിൽ പണം മേടിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരേ സ്ഥലത്തല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ സ്വർണ്ണത്തിലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇനി ബോണ്ടുകളിൽ നിക്ഷേപിക്കണം എന്ന ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ അവിടെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ അങ്ങനെയായിരിക്കും. എന്താണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന, കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ പണം കൊടുക്കുകയാണ്. ഈ ഫണ്ട് മാനേജർ കൃത്യമായിട്ട് വേണ്ട സെക്യൂരിറ്റീസ് വാങ്ങുന്നു, കൃത്യസമയത്ത് വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു, ലാഭത്തിന്റെ ഒരു ഭാഗം ഇൻവെസ്റ്റേഴ്സിന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റേഴ്സിന് അതാത് സമയത്ത് കൊടുക്കണം എന്നില്ല, അത് റീ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയൊക്കെ ആയിരിക്കും ചെയ്യുക, ഗ്രോത്ത് പ്ലാനുകളെല്ലാം ആണെങ്കിൽ. എന്താണെങ്കിലും ഈ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഫണ്ട് മാനേജർ വെറുതെ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തരില്ല, നമ്മൾ ശമ്പളം കൊടുത്ത് ഇരുത്തിയ ആളുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് ചെറിയൊരു ഭാഗം ചാർജ് ഈടാക്കും. ആ ചാർജിനെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനായിട്ട് പറയുന്നില്ല, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് പൂൾ ചെയ്യുന്നു, ആ പൂൾ ചെയ്ത പണം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് ലാഭം ഉണ്ടാക്കുന്നു, റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു, ആ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിന്റെ ചാർജ് ആയിട്ട് ഒരു എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്നു. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ ഗുണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്? നമുക്ക് 24 മണിക്കൂർ മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട കാര്യമല്ല, വാർത്ത നോക്കേണ്ട കാര്യമല്ല. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ച് നിക്ഷേപിക്കാൻ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന പാസീവ് ഫണ്ടുകളാണെങ്കിൽ അതിനൊരു രീതി ഉണ്ടാവും. ആ രീതിയിൽ മാത്രമായിരിക്കും നമ്മുടെ പണം പോവുക. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് മാനേജ്മെന്റ് നമുക്ക് കിട്ടുന്നതാണ്. അതിന് വളരെ ചെറിയ പണമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന പണം നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളായിട്ടാണല്ലോ വാങ്ങുക. ആ യൂണിറ്റിന്റെ വിലയിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രത്യേകമായിട്ട് മാസാമാസം വേറെ പണം കൊടുക്കേണ്ട കാര്യമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൽ നിന്നാണ് ഈ എക്സ്പെൻസ് റേഷ്യോയും പിടിക്കുന്നത്. അടുത്ത ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു എക്സ്പേർട്ടിനെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുകയാണെങ്കിൽ എന്തുമാത്രം സാലറി കൊടുക്കണം, എന്തുമാത്രം പണം കൊടുക്കേണ്ടി വരും. അതായത് 2 കോടിയിൽ കുറവൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് എങ്കിൽ ആരും അതിന് തയ്യാറാവുക പോലും ഇല്ല. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്കീമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലും കൂടുതൽ വലിയ പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സിമ്പിളാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. ഫോൺ ഉപയോഗിച്ചാൽ മതി, വിദേശത്തിരുന്ന് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഗുണം. ഇനി ദോഷമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദോഷമുണ്ട്. ദോഷങ്ങൾ ഞാൻ പറയാം. ഈ ദോഷങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനും പറ്റും. ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ, എക്സ്പേർട്ട് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ദോഷമുണ്ട്. നമുക്ക് വേണ്ട ഓഹരി വാങ്ങാനും വിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇത് ചെയ്യുന്നത് ഫണ്ട് മാനേജറാണ്. അതുകൊണ്ട് ഫണ്ട് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൺട്രോളേ ഉള്ളൂ ഈ കാര്യത്തിൽ എന്ന് പറയാം. പക്ഷേ ഈ കുറച്ച് കൺട്രോൾ മതി. കാരണം നമുക്കിത് അറിയാമെങ്കിൽ, ഫണ്ട് മാനേജറെക്കാളും ബുദ്ധി നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്താൽ പോരെ. അങ്ങനെ എക്സ്പേർട്ടാണ് എന്നുള്ള ഈഗോ നമുക്ക് വേണ്ട. നമുക്ക് ഇത്രയും വലിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്കത് ലാഭമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ലെസ് കൺട്രോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഇക്വിറ്റി ഫണ്ടുകളാണെങ്കിലും ഡെറ്റ് ഫണ്ടുകളാണെങ്കിലും അതാത് റിസ്കുകൾ വരുന്നുണ്ട്. ഇക്വിറ്റി ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഓഹരികളെയാണ് ഇക്വിറ്റി എന്ന് നമ്മൾ പറയുക. അപ്പോൾ കമ്പനികളുടെ ഓഹരികളുടെ വില താഴേക്ക് പോകാം, മുകളിലേക്ക് വരാം. അപ്പോൾ അതൊരു റിസ്ക് ഉണ്ട്. അതുപോലെ ബോണ്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബോണ്ടുകൾക്കും ഒരുപാട് റിസ്കുകളുണ്ട്. പക്ഷേ ഈ റിസ്കുകളെല്ലാം നമുക്ക് വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും മ്യൂച്വൽ ഫണ്ടുകളുടെ നിയമമായതുകൊണ്ട് പറയാം, സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് ആണ്. മുകളിലേക്ക് പോവാം, താഴേക്ക് വരാം. എപ്പോഴും ദീർഘകാലത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് നല്ലത്. ഏറ്റവും കുറഞ്ഞത് ഒരു 7 വർഷമെങ്കിലും കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് നല്ലത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാടുണ്ട്. അതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം. അധികം പേരും പാസ്റ്റ് റിട്ടേൺ ആണ് നോക്കുക. ആപ്പ് തുറന്ന് നോക്കുമ്പോൾ ആദ്യം എന്താണ് കാണിക്കാമെന്നറിയോ? ഈ ബ്രോക്കേഴ്സിൻ്റെ ആപ്പ് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളതൊക്കെ ആയിരിക്കാം മുകളിലേക്ക് കാണിക്കുന്നത്. അല്ലെങ്കിൽ പാസ്റ്റ് റിട്ടേണിനെ, കഴിഞ്ഞ 2-3 വർഷത്തെയൊക്കെ റിട്ടേൺ ബേസ് ചെയ്തിട്ടുള്ള
ഫണ്ടുകളായിരിക്കും മുകളിൽ കാണിക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് യോജിച്ചതാണോ, നമ്മുടെ റിസ്കിന് ചേരുന്നതാണോ എന്നറിയാതെ ആദ്യം കാണുന്ന ഫണ്ടുകൾ നമ്മൾ പോയിട്ട് എടുക്കും. പിന്നെ 2-3 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി കുറേ നഷ്ടപ്പെട്ടു, നമ്മുടെ പണം കുറേ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ച് നമുക്ക് വേണ്ട ഫണ്ടുകൾ സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതൊരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, ഒരുപാട് പേര് പറയുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോൾ പണം മേടിച്ച് ചെയ്യുന്നതായിരിക്കാം, അതിൽ തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ പൊതുവായിട്ട് ഇൻഫർമേഷൻ ഒരു സാധനത്തിനെക്കുറിച്ച് അവൈലബിൾ അല്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരാജയമാണല്ലോ, ഒരു പോരായ്മയാണല്ലോ. അതുപോലെ ഇൻഫർമേഷൻസ് കൂടുതലാണ് എന്നുള്ളതും ഒരു പോരായ്മയാണ്. നമ്മൾ എത്ര പഠിച്ചാലും ഇത് തീരുന്നതല്ല. എന്നാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ വേണ്ട അളവിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, നമുക്ക് കോൺഫിഡൻസ് കിട്ടിയാൽ, നമുക്ക് ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്ന് പോകാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കാൻ പറ്റിയാലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോവുക. നിങ്ങൾ ഏത് കണക്ക് വേണമെങ്കിലും നോക്കിക്കോളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന ആളുകളെക്കാൾ, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന ആളുകളെക്കാൾ ഇപ്പോഴത്തെ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തുന്ന ആളുകളാണ് കൂടുതൽ. കാരണം എന്താണ്? എങ്ങനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോവാം, ഏത് മെൻറ്റാലിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യണം, ഏത് രീതിയിലാണ് പോർട്ട്ഫോളിയോ ഇടിയുന്ന സമയത്ത് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലെ കണക്കുകൾ മാറുന്ന സമയത്ത്, ലാഭനഷ്ടങ്ങൾ മാറി മറിയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള റീബാലൻസിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് കൂടുതൽ പേര് നിർത്തുന്നത്. എന്താണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ എന്താണ് എന്നുള്ള ബേസിക്സ് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു ജസ്റ്റ് ആമുഖം മാത്രമാണ് പറഞ്ഞത്, ഒരു കണക്കും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പഠിച്ച് ഇന്നെങ്കിൽ ഇന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നിക്ഷേപം തുടങ്ങണം എന്ന് തന്നെയാണ്. നമ്മൾ നാളെയാവാം എന്ന് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി തുടങ്ങണം, അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, കൃത്യമായിട്ട് ഉണ്ടാക്കണം എന്നെല്ലാം ഒരുപാട് കാലമായില്ലേ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും ഒറ്റയടിക്ക് ആ കാര്യങ്ങളെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക് ഒരു ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ചാർജസ് വ്യത്യാസം ഉണ്ടാവും. അത് കാലങ്ങൾ കൊണ്ട് അത് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പെട്ടെന്ന് നിക്ഷേപം ആരംഭിക്കാനും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഒരു മാസം വൈകി തുടങ്ങിയതായിരിക്കാം ചിലപ്പോൾ ലക്ഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരായ്മ ഇല്ലാതാക്കാനും വേണ്ടി പറയുന്നതാണ്. എന്താണെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് പുതിയ കുറച്ച് അറിവുകളെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. 10-25 വർഷം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പഠിച്ച ആളുകളുണ്ടാവും. അവരൊന്നും പഠിക്കാത്ത, അറിയാത്ത, മനസ്സിലാക്കാത്ത, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഒരു പക്ഷേ മരണം വരെ നമുക്ക് വേണ്ട അറിവുകളാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.